D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ പോലെയും ഒരുപാട് പെറ്റ്സുകൾ സെയിലിന് വന്നിട്ടുണ്ട്. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് പെറ്റ്സ് വന്നിരിക്കുന്നത് പാലക്കാട് നിന്നാണ്. ലാബിൻ്റെ 1 വയസ്സായ ലാബാണ്, മെയിലാണ് വന്നിരിക്കുന്നത്. ഫ്രീ അഡോപ്ഷൻ ആണ്. അപ്പോൾ ഇതിനെ എടുക്കാൻ താല്പര്യം എടുത്തു വളർത്താൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. മെയിൽ ലാബ് 1 വയസ്സായത് ഫ്രീ അഡോപ്ഷൻ ആണ്. ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഇല്ല. അതുപോലെ തന്നെ അടുത്തായിട്ട് രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് പാലക്കാട് തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ഡാൽമേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. അപ്പോൾ ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 9 മാസം പ്രായമായ മെയിലാണ് വന്നിരിക്കുന്നത്. ഡാൽമേഷൻ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 8000 രൂപയാണ്. ഈ മെയിൽ ഡാൽമേഷൻ ഡോഗിന് ചോദിക്കുന്ന റേറ്റ് 9 മാസമാണ് ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പാലക്കാടാണ്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. 5 കിലോമീറ്റർ ഉള്ളൂ ട്രാൻസ്പോർട്ടേഷൻ. മൂന്നാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് എടപ്പാളിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പേർഷ്യൻ ക്യാറ്റ് ഡോൾ ഫേസിൻ്റെ കിറ്റൻസും 3 കിറ്റൻസും അതേപോലെ തന്നെ ഒരു കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കാണ് വന്നിരിക്കുന്നത്. നല്ല ഹെയർ ക്വാളിറ്റി ഉള്ള 3 കിറ്റൻസാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ഒരു മെയിലും 2 ഫീമെയിൽ കിറ്റൻസാണ് ഉള്ളത്. നല്ല അടിപൊളി ക്യൂട്ട് കിറ്റൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പീസിന് ചോദിക്കുന്ന റേറ്റ് 3000 രൂപയാണ്. ഒരു കിറ്റൻ്റെ റേറ്റ് വരുന്നത്. ഡോൾ ഫേസ് ആണ്. ഇതിൻ്റെ പ്രായം വന്നിരിക്കുന്നത് 2 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. 3 ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും. ഒരു മെയിലും 2 ഫീമെയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോസ് എടുക്കുമ്പോൾ മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് ഇതേപോലെ 20 to 30 സെക്കൻഡുള്ള വീഡിയോ വയ്ക്കുക. അതേപോലെ ആ ബ്രീഡിനെ കുറിച്ച് അതിൻ്റെ ഡീറ്റെയിലും അതുപോലെ റേറ്റും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കുക. അതേപോലെ നിങ്ങളുടെ ലൊക്കേഷനും ടൈപ്പ് ചെയ്ത് അയക്കാം. ഇത് വന്നിരിക്കുന്നത് കോക്ടെയിലിൻ്റെ ഹാൻഡ് ഫീഡിങ് ചിക്കാണ് വന്നിരിക്കുന്നത്. 2 മാസം പ്രായമാറായിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 1700 ചോദിക്കുന്നത്. ഹാൻഡ് ഫീഡിങ് ചിക്കാണ് വന്നിരിക്കുന്നത് കോക്ടെയിലിൻ്റെ. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 അഡൽട്ട് പേർഷ്യൻ ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫീമെയിലിന് 1.5 വയസ്സും മെയിലിന് 2.5 വയസ്സാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഈ പെയറിന് ചോദിക്കുന്ന റേറ്റ് 6000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. മെയിലും ഫീമെയിലും അഡൽട്ട് 6000 രൂപയാണ് വരുന്നുള്ളൂ. ഒരെണ്ണത്തിന് 3000 രൂപ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. നല്ല അടിപൊളി സ്റ്റഡ് മെയിലാണ്. അതേപോലെ തന്നെ നല്ല ഫീമെയിലാണ്. ഹെയർ ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് കണ്ണൂരാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ മെയിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സിംഗിളായിട്ട് എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വരുമായിരിക്കും. അഞ്ചാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സൺകോനൂറുകളാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 15ഓളം പീസ് സൺകോനൂറുകൾ കൊടുക്കാനുണ്ട്. 4 മാസമാണ് പ്രായമായിട്ടുള്ളൂ. 4 മാസം പ്രായമായ സൺകോനൂറുകളാണ് കൊടുക്കാനുള്ളത്. മൊത്തം 15 കൊടുക്കാനുണ്ട്. വിത്ത് DNA ഉള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പെയറിന് 23000 രൂപയാണ് ചോദിക്കുന്നത്. 4 മാസം പ്രായമുള്ള സൺകോനൂറുകൾ പെയറിന് 23000 രൂപയാണ് ചോദിക്കുന്നത്. അതേപോലെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. ആറാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് 2 ഡോൾ ഫേസിൻ്റെ അഡൽട്ട് ക്യാറ്റുകളാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 1 വയസ്സ് പ്രായമായ ഡോൾ ഫേസിൻ്റെ മെയിലും അതേപോലെ ഒരു ഫീമെയിലാണ് വന്നിരിക്കുന്നത്. ഒരു ജോഡിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 7000 രൂപയാണ് ഈ ക്യാറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിലേക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ക്യാറ്റാണ് വന്നിരിക്കുന്നത്. ഡോൾ ഫേസ്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് കൊല്ലം ചാവറയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. 2 ബീഗളുടെ ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. 90 ദിവസം പ്രായമായ ഫീമെയിൽ പപ്പീസ് ബീഗളുടെ.
അപ്പോൾ ഒരെണ്ണത്തിന് 17,000 രൂപയാണ് ചോദിക്കുന്നത്. 17,000 രൂപ. രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ 27,000 രൂപയാണ് ചോദിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിൽ വന്നിരിക്കുന്നത് ലാബിൻ്റെ പപ്പീസാണ് വന്നിരിക്കുന്നത്. ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. 6 പപ്പീസ് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 2 മെയിൽ പപ്പിയും 4 ഫീമെയിൽ പപ്പിയാണ് കൊടുക്കാനുള്ളത്. ഓഫ് വൈറ്റ് കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി പപ്പീസാണ്. പേരൻസിൻ്റെ വീഡിയോ ഫോട്ടോസും നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്, ഇതാണ് ഫാദർ ഡോഗ് വരുന്നത്. നല്ല അടിപൊളി ഹെവി സൈസുള്ള ലാബാണ് വന്നിരിക്കുന്നത് ഫാദർ. അപ്പോൾ ഇതിന് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് 5,000 രൂപയാണ് ചോദിക്കുന്നത്. ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ബ്രീഡറായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മൊത്തം 6 പപ്പീസ് ഉണ്ട്. 2 മെയിൽ പപ്പിയും 4 ഫീമെയിൽ പപ്പിയും. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. 9ാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡ്സുകളാണ് വന്നിരിക്കുന്നത്. 15 പീസ് ആഫ്രിക്കൻ ലവ് ബേഡുകൾ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ബൾക്ക് സെയിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. 15 എണ്ണം. പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 15 പീസ് ഉണ്ട്. ബൾക്കായിട്ട് മാത്രം കൊടുക്കുള്ളൂ. അതാണ് 750 രൂപയാണ് പീസ് റേറ്റ് ചോദിക്കുന്നുള്ളൂ. 15 എണ്ണം ഒരുമിച്ച് എടുക്കണം. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരമാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല റേറ്റ് കുറവാണ് വന്നിരിക്കുന്നത്. പീസ് റേറ്റ് 750 രൂപയാണ് ചോദിക്കുന്നുള്ളൂ ആഫ്രിക്കൻ ലവ് ബേഡുകൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവർക്ക് പെറ്റ്സിനൊക്കെ സെയിൽ പോസ്റ്റ് വീഡിയോസ് ചെയ്ത് എത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെയല്ല, മൊബൈൽ വട്ടത്തിൽ പിടിച്ചിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുത്ത് അയച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങൾ, റേറ്റ്, അതേപോലെ ബ്രീഡിനെ കുറിച്ച് ഡീറ്റെയിൽ, പിന്നെ നിങ്ങളുടെ പ്ലേസ് അതൊക്കെ ടൈപ്പ് ചെയ്ത് അയക്കാം. നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്ന കാരണം മെസ്സേജ് റിപ്ലൈ പിന്നീടായിരിക്കും അയക്കുക. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് സെമി പഞ്ചിൻ്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത്. പേർഷ്യൻ ക്യാറ്റ് നല്ല അടിപൊളി ഫീമെയിലാണ് വന്നിരിക്കുന്നത്. സെമി പഞ്ച് 1 വയസ്സാണ് പ്രായം വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 5,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിക്കുന്നത്. സെമി പഞ്ചാണ് വന്നിരിക്കുന്നത്. കോട്ടയം ഏറ്റുമാനൂരാണ് ലൊക്കേഷൻ. അടുത്തായിട്ട് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ് 2 ജോഡി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. ഷീൽഡ് കോപ്പറിൻ്റെ ഒരു പെയറും. ഇതിന് ചോദിക്കുന്ന റേറ്റ് 3,000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. ഷീൽഡ് കോപ്പർ. ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ പെയറിന് വരുന്നത് 3,500 രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. പ്രാവിൻ്റെ 2ാമത്തെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മലപ്പുറമാണ്. ഈ പ്രാവിന് ചോദിക്കുന്നത് 3,500 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാ ബ്രീഡേഴ്സിൻ്റെയും നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആ വീഡിയോയുടെ സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 12ാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടിയിൽ നിന്നാണ് സെയിലിന് വന്നിരിക്കുന്നത്. ലാഹോറിൻ്റെ ഒരു കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1,500 ലാഹോറിൻ്റെ കൺഫേം ബ്രീഡിംഗ് പെയറിന് ചോദിക്കുന്ന റേറ്റ്. അതേപോലെ ഒരു ചൈനീസ് അവളിൻ്റെ കൺഫേം ബ്രീഡിംഗ് പെയറാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് 1,800 റേറ്റ് ചോദിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്ത് കൊരട്ടിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ 13ാമതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരം വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലമാണ് വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. ബർപ്പൻ്റെ ഒരു പെയർ വന്നിരിക്കുന്നത് റേറ്റ് ചോദിക്കുന്നത് 500 രൂപയാണ്. ബർപ്പൻ്റെ ഒരു പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 13ാം സെക്ഷനിൽ വരുന്ന ബേഡുകളൊന്നും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. നിങ്ങൾ ഡയറക്റ്റ് പോയി എടുക്കേണ്ടി വരും. ബർപ്പൻ പീസാണ് വന്നിരിക്കുന്നത് 500. അതുപോലെ ഈ മുഖി വന്നിരിക്കുന്നത് പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 500 രൂപയാണ്. ഈ മുഖിയുടെ ഒരു പെയറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 500. ബർപ്പൻ റേറ്റ് വന്നിരിക്കുന്നത് 500 തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 5 ജോഡി പ്രാവുകളാണ് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം വെമ്പായം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻറ്റേലിൻ്റെ ഒരു പെയറാണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 1000 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരെ മാക്സിമം സെറ്റ് ചെയ്ത് ഏറ്റവും നല്ലത്. ചില
അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ അറിയണമെങ്കിൽ അവരായിട്ട് സംസാരിച്ച് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ. ഇത് വന്നിരിക്കുന്നത് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത് 900 രൂപയാണ്. ഈ ബ്രീഡിംഗ് പെയറിൻ്റെ റേറ്റ് വരുന്നത് മുഗിയുടെ 3 ജോഡി മുഗിയും അതേപോലെ ഒരു ജോഡി പർപ്പനും ഒരു ജോഡി ഫാൻറ്റയിലാണ് വന്നിരിക്കുന്നത്. ഈ ജോഡിക്കും ഈ മുഗിയുടെ ഈ ജോഡിക്കും ചോദിക്കുന്ന റേറ്റ് 900 രൂപയാണ് ഈ പെയറിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും ബേഡുകൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായാണ് സ്ഥലം വന്നിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അല്ല. പതിനാലാമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ഗിനിപ്പിഗുകളാണ് സെയിലിന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ 7 ജോഡിയോളം കൊടുക്കാനുണ്ട്. ഒരു ജോഡിയുടെ റേറ്റ് ചോദിക്കുന്നത് 600 രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് ചോദിക്കുന്നത്. അപ്പോൾ 7 ജോഡി കൊടുക്കാനുണ്ട്. ലൊക്കേഷൻ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അപ്പോൾ ഗിനിപ്പിഗ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 600 രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് ചോദിക്കുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ചങ്ങനാശ്ശേരി നിന്നാണ്. ഫാൻസി കോഴികളാണ് സെയിലിന് വന്നിരിക്കുന്നത്. പോളിഷ് ക്യാപ്പ് 10 മാസം കഴിഞ്ഞത് മുട്ടയിടുന്നത് 2300 രൂപയാണ് ഒരു ജോഡിയുടെ റേറ്റ് വരുന്നത്. പോളിഷ് ക്യാപ്പ് 2300. ഒരുപാട് ഫാൻസി കോഴികൾ ഇവിടെ സെയിലുണ്ട്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇതേപോലെ ഫാൻസി കോഴികളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വീഡിയോസ് വാട്സപ്പ് ചെയ്ത് തരാവുന്നതാണ്. നമ്മൾ വീഡിയോ ഇതേപോലെ നല്ല സെയിൽ പോസ്റ്റായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. നമ്മൾ പെൻഡിങ് കുറച്ച് ക്ലിയർ ചെയ്യണം. ആ വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഒരുപാട് പെറ്റ്സുകളിൽ നിന്ന് സെയിലിന് വന്നിട്ടുണ്ട് നമുക്കിന്ന്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫാൻസി കോഴിയിൽ തന്നെ അമേരിക്കൻ ഫാൻസിയാണ് വന്നിരിക്കുന്നത്. അമേരിക്കൻ വെറൈറ്റിയാണ് വന്നിരിക്കുന്നത്. ഇതിൽ 4 ഉണ്ട്. 3 പെടയും ഒരു പൂവനും. മൊത്തം 10 മാസം കഴിഞ്ഞാണ് മുട്ടയിടുന്നതാണ്. അപ്പോൾ മൊത്തം 4 കൂടി ചോദിക്കുന്നത് 3500 രൂപയാണ് ചോദിക്കുന്നത്. നല്ല അടിപൊളി ഫാൻസി കോഴിയാണ് വന്നിരിക്കുന്നത്. 4 കൂടി 3500 രൂപയാണ് ചോദിക്കുന്നത്. 10 മാസം കഴിഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡേഴ്സൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യുക. ഈ 4 3500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. നല്ല അടിപൊളി കളർ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. 3 പെടക്കോഴിയും അതേപോലെ ഒരു പൂവനും മുട്ടയിടുന്നതാണ് 3. അപ്പോൾ ഇത് അമേരിക്കൻ സിൽക്കിയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2500 അമേരിക്കൻ സിൽക്കി റേറ്റ് ചോദിക്കുന്നത്. 10 മാസം കഴിഞ്ഞതാണ്. അപ്പോൾ എല്ലാ ഫാൻസി കോഴികളും എഗ് എന്നാണ് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് മലപ്പുറത്തു നിന്നാണ്. ഒരു ജോഡി ഹിപ്പിയാണ് വന്നിരിക്കുന്നത്. ബ്രീഡിംഗ് പെയർ. ഇതിന് ചോദിക്കുന്ന റേറ്റ് 900 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ജോഡി ഹിപ്പി. ട്രാൻസ്പോർട്ടേഷൻ ഇല്ല. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. 17ആമതായിട്ട് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് ബൾക്ക് സെയിലാണ്. 15 പ്രാവുകൾ 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. ഇതിൽ 2 ജോഡി സിറാസിൻ്റെ 2 ജോഡിയുണ്ട്. മുഗി ഒരു ജോഡിയുണ്ട്. അതേപോലെ തന്നെ ഹിപ്പി ഒരു ജോഡിയുണ്ട്. ബാക്കിയെല്ലാം നാടൻ പ്രാവുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2500 രൂപയാണ് ചോദിക്കുന്നുള്ളൂ 15 പ്രാവുകൾ. അപ്പോൾ മുഗിയുണ്ട്, ഹിപ്പിയുണ്ട്, അതേപോലെ തന്നെ സിറാസ് ഉണ്ട്. പിന്നെ നാടൻ പ്രാവുകളാണ് ഉള്ളത്. 15 2500 രൂപ. ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് മണ്ണാർക്കാടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.